പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നമ്മുടെ വാരാന്ത്യ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നാം ഇന്നലെ നമ്മൾ ദൈവസ്നേഹ അനുഭവത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ധ്യാനിച്ചത്. ഇന്ന് നമ്മെ ഈ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നാം ധ്യാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശു ആരാണ്, ഞാൻ യേശുവിനെ ആരായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്, തുടർന്നുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തു, ഇതാണ് നിങ്ങളുടെ വിശ്വാസം, യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ, അങ്ങാണ് ഞങ്ങളെ ദൈവമക്കളുടെ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് എന്ന് വിശ്വസിക്കാൻ, അതുകൊണ്ട് കർത്താവേ, അങ്ങയെ മാത്രം മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കാൻ, നിൻ്റേതല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് വിശ്വസിച്ച് നിൻ്റെ നാമത്തെ ആശ്രയിക്കാൻ കർത്താവെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ ദൈവസ്നേഹ അനുഭവത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനമാണ് നമ്മൾ ഇന്ന് ആദ്യം ധ്യാന വിഷയമാക്കുന്നത്. വചനം ഇപ്രകാരമാണ്. 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ആരാണ് അവൻ? മറ്റാരുമല്ല, പിതാവായ ദൈവം നമുക്കായി തന്ന സമ്മാനം യേശു. 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി. യേശു ആരാണ്? എൻ്റെ ജീവിതത്തിൽ യേശു എന്താണ് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല യേശു ചെയ്യുന്നത്, അവൻ നമ്മെ ദൈവ മക്കളുടെ പദവിയിലേക്ക് വീണ്ടും ഉയർത്തുന്നു. യേശു നമ്മുടെ ജീവിതത്തിൽ തരുന്നത് മറ്റെന്തെങ്കിലും ഭൗതിക ഭാഗ്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മെ ഉയർത്തുന്നത് കേവലം ഭൗതികമായ ഐശ്വര്യങ്ങളിലേക്കുമല്ല. യേശു തരുന്നത് ആത്യന്തികമായി നമ്മളെ ഓരോരുത്തരെയും ദൈവമക്കളുടെ പദവിയിലേക്ക് വീണ്ടും കൈപിടിച്ചുയർത്തുന്നു. നമ്മൾ ഇന്നലെ കണ്ടു, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്ന് സകല മനുഷ്യരെയും സൃഷ്ടിച്ചു തൻ്റെ മക്കളായി. ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം, സ്വർഗസ്ഥനായ അപ്പൻ, നമ്മെല്ലാവരെയും സൃഷ്ടിച്ചു അപ്പൻ്റെ മക്കളായി. പക്ഷേ ദൈവസ്നേഹ അനുഭവത്തിൽ നിന്ന് വഴുതിപ്പോയ മനുഷ്യൻ, അവന് നഷ്ടപ്പെട്ടത് ഈ ദൈവമകളുടെ പദവി നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അവൻ പിന്നെ ഇവിടെ അസൂയയിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും ഈ ഭൂമിയിൽ ഉഴലാൻ തുടങ്ങി. അപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വർഗസ്ഥനായ അപ്പൻ ഈ മക്കളോട് കരുണ തോന്നിയിട്ട്, അതായത് ദൈവമക്കളുടെ പദവി നഷ്ടപ്പെട്ട മനുഷ്യൻ അവനിൽ തന്നെ പിരിമുറുക്കത്തിലാവാൻ തുടങ്ങി. അവൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞ് മരത്തിൻ്റെ മറയിൽ കയറി ഒളിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ
അവൻ പരസ്പരം വൈരാഗ്യത്തിലായി. കായേൻ ആബേലിനെ ഇഷ്ടമല്ല, ആബേലിനെ തല്ലിക്കൊല്ലണം. പിന്നെ അങ്ങോട്ട് ജഡിക ഭാവങ്ങളും ജഡിക ജീവിതവും, അങ്ങനെ ആകെ മനുഷ്യൻ്റെ ജീവിതം താറുമാറായി. കാരണം ദൈവമകൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തത് ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ. മനുഷ്യൻ്റെ ഈ ദാരുണമായ അവസ്ഥയിൽ നിന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: അധപ്പതിച്ച മനുഷ്യവർഗത്തിന് ഒരു രക്ഷകൻ ആവശ്യമായിരുന്നു. മനുഷ്യൻ അധപ്പതിച്ചു പോയി, അവൻ മനുഷ്യനല്ലാണ്ടായി, മൃഗത്തേക്കാൾ താഴെയായിപ്പോയി. ദൈവമകൻ്റെ പദവി, ദൈവമകളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ ഈ ദാരുണമായ അവസ്ഥയിൽ നിന്നും അവനെ കൈപിടിച്ചുയർത്താൻ സ്വർഗസ്ഥനായ ദൈവം സമ്മാനിച്ചു. ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൻ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ഈ അവസ്ഥയിൽ നിന്നും, മനുഷ്യൻ്റെ ഈ ദയനീയ അവസ്ഥയിൽ നിന്നും അവനെ കൈപിടിച്ചുയർത്താൻ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. അതാണ് കാലത്തിൻ്റെ തികവിൽ ഈ രക്ഷകൻ മറിയത്തിൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചു. മറിയത്തിൽ നിന്ന് ഭൂജാതനായി കർത്താവായ യേശുക്രിസ്തു. ആ യേശുവിനെ കുറിച്ചാണ് തിരുവചനം പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം. ആരൊക്കെ യേശുവിനെ നിഷ്കളങ്കമായി വിശ്വാസത്തോടെ എന്നെ എൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ സ്വർഗം തന്ന സമ്മാനമാണ് യേശു എന്ന് ആരൊക്കെ വിശ്വസിച്ചോ, അങ്ങനെ ആരെല്ലാം അവനെ സമീപിച്ചോ, അങ്ങനെ ആരെല്ലാം അവനെ സ്വീകരിച്ചോ, അവർക്ക് അവൻ അസാമാന്യമായൊരു കഴിവ് നൽകി. ദൈവ മകനും ദൈവ മകളും ആകാനുള്ള കഴിവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഈ കാര്യം നന്നായി മനസ്സിലാക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1 നോക്കൂ. 1 21 യേശുവിനെ കുറിച്ച് ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പാണ്. 1 21 അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ, എന്തിനാണ് യേശു? സ്നേഹിത, നിനക്കെന്തിനാണ് യേശു? നിന്റെ ജീവിതത്തിൽ യേശു ആരാണ്? അടുത്ത വാക്യത്തിൽ സുന്ദരമായി പറയുന്നുണ്ട്. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ഈ പ്രപഞ്ചത്തിലേക്ക് വന്നതും, ഈ പ്രപഞ്ചത്തിൽ അവൻ പാടുപീഡകൾ സഹിച്ചതും, അവസാനം അവൻ ആരോരുമില്ലാത്തവനെ പോലെ കുരിശിൽ മരിച്ചതും ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. സകല മനുഷ്യരെയും, അതിന്നുവരെ ജനിച്ച സകല മനുഷ്യരെയും, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും, ഇനി നാളുകളിൽ ഈ പ്രപഞ്ചം എത്ര ആയിരക്കണക്കിന് വർഷം ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുവോ അന്ന് ജനിക്കാനിരിക്കുന്ന മനുഷ്യരെയും അവൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവനെ, അത് ഹിന്ദു ആവാം, മുസൽമാനാവാം, ക്രിസ്ത്യാനിയാവാം, ജൈന മതക്കാരനാവാം, പാഴ്സിയാവാം, ഇനി ദൈവം ഇല്ലെന്ന് പറയുന്നവനാകട്ടെ, അവനെയും ആരെയും, സകല മനുഷ്യരെയും, മനുഷ്യനായി പിറന്നു വീഴുന്ന സകലരെയും അവരുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവം തന്ന സമ്മാനമാണ് യേശു എന്ന് ആര് വിശ്വസിക്കുന്നുവോ, ആരവനെ അങ്ങനെ സ്വീകരിക്കുന്നുവോ, അവന് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരാൻ സാധിക്കും. അതിനാണ് യേശുക്രിസ്തു. ഇവിടെ ചോദ്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ എൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ വന്നവനായി ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട തിരുവചനത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ അവനെ സ്വീകരിച്ചവർക്കെല്ലാം ഉടനടി ദൈവമക്കളാകാൻ, ദൈവമക്കളുടെ പദവി ആഘോഷിക്കാൻ കർത്താവ് കൃപ കൊടുക്കുന്നുണ്ട്. നോക്കുക, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4 നമ്മൾ കാണുന്നത് ഒരു സാധാരണ സ്ത്രീയെയാണ്, സമറിയാക്കാരി സ്ത്രീ. 2 കാര്യങ്ങൾ കൊണ്ട് അവൾ മുഖം നഷ്ടപ്പെട്ടവളാണ്. ഒന്ന്, ജന്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ. ജന്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ, അതാണ് സമറിയാക്കാരി സ്ത്രീ. കാരണം നമുക്കറിയാം, അവൾ ജനിച്ച വർഗം, അവൾ ജനിച്ച കുലം, അതാണ് അവളുടെ അടിമത്തത്തിൻ്റെ ഒന്നാമത്തെ കാരണം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ള കാലത്ത് ആ കുലത്തിൽ ജനിച്ചവളാണ് അവൾ. അവഗണിക്കപ്പെട്ട ഒരു കുലത്തിൽ ജനിച്ചവൾ. അതാണ് അവളുടെ ഒന്നാമത്തെ ദുഷ്പേര്. സമറിയാക്കാരി എന്ന ദുഷ്പേരാണ് അവളുടെ ജീവിതത്തിലുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ജീവിതത്തിൻ്റെ ഏതോ വഴിയിൽ വെച്ച് അവൾ
വ്യഭിചാരിണിയായി മാറി. അപ്പം കർമ്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ. സമറിയാക്കാരി സ്ത്രീയെ നമ്മളിവിടെ കാണുന്നത്, ഒന്ന് ജന്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ, രണ്ട് കർമ്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ. അവളെ ആർക്കും വേണ്ട. യഹൂദൻ്റെ വഴിയിൽ അവൾക്ക് നടക്കാൻ പാടില്ല. യഹൂദനുമായിട്ട് അവർക്ക് സമ്പർക്കം ആയിക്കൂടാ. രണ്ട്, ഈ വ്യഭിചാരിണി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവൾക്ക് വരാൻ വയ്യ. അതുപോലെ തന്നെ വ്യഭിചാരിണി ആയതുകൊണ്ട്, പാപിനി ആയതുകൊണ്ട് ദൈവത്തിനും വേണ്ട, മനുഷ്യർക്കും വേണ്ട. ഇതാണ് അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി. പാപികളെ ദൈവത്തിനും വേണ്ട, മനുഷ്യർക്കും വേണ്ട. അതുകൊണ്ട് എങ്ങുമില്ലാതെ ജീവിക്കുന്ന, അവഗണിക്കപ്പെട്ട, മുഖം നഷ്ടപ്പെട്ട, ജീവിതത്തിന് കോട്ടം സംഭവിച്ച ഒരു വ്യക്തിയായിട്ടാണ് സമറിയാക്കാരി സ്ത്രീ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വളരെ സുന്ദരമായൊരു വാക്യമാണ്. ആരാണ് യേശു, എന്തിനാണ് യേശു വന്നത് എന്നെല്ലാം ആ വാക്യത്തിൻ്റെ വളരെ ചെറിയൊരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. എന്തിനാണ് യേശുവിന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അവളെ കാണാൻ. ഈ മുഖം നഷ്ടപ്പെട്ട, ജീവിതത്തിന് കോട്ടം സംഭവിച്ച, വെളിച്ചത്ത് വരാൻ നിർവാഹമില്ലാതെ ഒതുങ്ങിക്കൂടി കഴിയുന്ന, പാപിനി എന്ന് സ്വയം മുദ്രകുത്തി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി കഴിയുന്ന, ദൈവമക്കളുടെ പദവി നഷ്ടപ്പെട്ട അവളെ തപ്പി, അവളെ കാണാൻ അവൻ പോയി ആ കിണറിൻ്റെ കരയിൽ കാത്തു നിൽക്കുകയാണ്. അതാണ് യേശു. അവൻ കാത്തു നിൽക്കുന്നവനാണ്. ആരെ കാത്തു നിൽക്കുന്നവൻ? ആരെ കാത്തു നിൽക്കാനാണ് അവൻ വന്നത്? പാപിയെ കാത്തു നിൽക്കാൻ. യേശു വന്നത് പാപികളെ തേടിയാണ് എന്ന് തിരുവചനത്തിൻ്റെ നേർ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അവൻ കാത്തു നിൽക്കുകയാണ്. ആ കിണറിൻ്റെ കരയിൽ അവളെ കാത്തു നിൽക്കുന്നു. അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് അവൾ വരുന്നത്. ആരാണവൾ? പൊട്ടിപ്പൊളിഞ്ഞവൾ, മുഖം നഷ്ടപ്പെട്ടവൾ, ജീവിതം തകർന്നവർ, ആർക്കും വേണ്ടാത്തവൾ, ദൈവത്തിന് പോലും വേണ്ടാത്തവൾ എന്ന മുഖമുദ്രയുള്ള ആ പെണ്ണ് കടന്നു വരുന്നത്. നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അവൾ അവനെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയുന്നു. ആദ്യമൊക്കെ അവൾ നിഷേധിക്കുന്നുണ്ട് പലതും, ആദ്യമൊക്കെ അവൾ തർക്കിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സമറിയാക്കാരി പെണ്ണ് ഇവൻ ആരെന്ന് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയാമോ? അവന് കോടിക്കണക്കിന് രൂപ കിട്ടിയതല്ല, അല്ലെങ്കിൽ അവന് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു ജോലി കിട്ടി അവൻ്റെ സ്റ്റാറ്റസ് വർദ്ധിച്ചതല്ല ഒരുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ലോകത്തിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം യേശു ആരെന്ന് തിരിച്ചറിവുണ്ടാവുക എന്നതാണ്. യേശു ആരെന്ന് തിരിച്ചറിവുണ്ടാവുക ഇന്ന് അനേകർക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ സൗഭാഗ്യമാണത്. യേശു ആരെന്ന് തിരിച്ചറിയുക. ഈ പാപിനി പെണ്ണിന്, പൊട്ടിപ്പൊളിഞ്ഞ മുഖവും ജീവിതവുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആർക്കും വേണ്ടാത്തവൾക്ക്, സമൂഹത്തിൻ്റെ വിളുമ്പിൽ ജീവിക്കുന്ന ആ പെണ്ണിന് ഇത്തിരി കഴിയുമ്പം മനസ്സിലായി അവൻ ആരാണെന്ന്, യേശു ആരാണെന്ന്. അവൾ മനസ്സിലാക്കിയത് യേശു തന്നെ തേടി വന്ന, ദൈവം തനിക്ക് വേണ്ടി അയച്ച, പാപിയായ തന്നെ തേടി വന്ന എൻ്റെ രക്ഷകനാണ് ക്രിസ്തു എന്നവൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം വളരെ സുന്ദരമാണ്. തിരിച്ചറിവുണ്ടായപ്പോൾ ആരെന്ന്, തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഒരു പുരുഷൻ മാത്രമല്ലെന്ന്, തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഒരു യഹൂദൻ മാത്രമല്ലെന്ന്, തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഒരു പ്രവാചകനുമല്ലെന്ന്, അതിനുമപ്പുറത്ത് തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ദൈവം തനിക്ക് വേണ്ടി അയച്ച രക്ഷകനാണെന്ന്, തൻ്റെ പാപത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ച് ദൈവമകളുടെ പദവിയിലേക്ക് ഉയർത്താൻ ദൈവം അയച്ച രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ എന്ത് ചെയ്തു? കൂടാം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. അവളെ തന്നെ ഈ രക്ഷകന് വിട്ടുകൊടുത്തു. ഇന്നു വരെയുള്ള അവളുടെ പാപജീവിതത്തെ അവന് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവൾ ദൈവമകളായി. ഹല്ലേലൂയ! അപ്പോൾ അവൾ ദൈവമകളായി. നോക്കണം, ഇങ്ങോട്ട് വന്നത് ആരുമില്ലാത്ത നേരം നോക്കി, എല്ലാവരും വീട്ടിലായിരിക്കുന്ന സമയത്ത് പാത്തും പതുങ്ങിയും വന്ന് ഇത്തിരി വെള്ളം കോരിക്കൊണ്ടുപോയി എവിടെങ്കിലും ഒതുങ്ങി ആ പകൽ പൂർത്തിയാക്കാമെന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടി വന്ന ഈ പെണ്ണ്
താൻ ദൈവമകളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അത്ഭുതം സംഭവിച്ചു അവളുടെ ജീവിതത്തിൽ. എന്തു പറ്റി? അവൾ ആ പട്ടണത്തിലേക്ക് ഓടി, നാട്ടുകാരുള്ള ആ പട്ടണത്തിലേക്ക് ഓടി ചെന്നിട്ട് അവൾ വിളിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, നിങ്ങൾക്ക് കാണണോ? നിങ്ങളും വാ. ആ പഞ്ചായത്തിൻ്റെ തലവൻ, ആ പട്ടണത്തിൻ്റെ മൂപ്പൻ അവളുടെ ഒപ്പം ഇറങ്ങി ഓടി. പിന്നെ അവിടുത്തെ ജനങ്ങളും ഒരു വലിയ ജാഥയാണ്. നയിക്കുന്നത് ആരാ? ഇന്നലെ വരെ പാപിനി എന്ന് മുദ്ര കുത്തപ്പെട്ട്, ഇന്നലെ വരെ വ്യഭിചാരിണി എന്ന് മുദ്ര കുത്തപ്പെട്ട്, ഇന്നലെ വരെ സമറിയാക്കാരി സ്ത്രീ എന്ന് മുദ്ര കുത്തപ്പെട്ട് സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്ത് കഴിഞ്ഞിരുന്ന അവൾ ഇന്നിതാ സമൂഹത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു, ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവളായിട്ട്. കാരണം എന്താ? അവൾ ദൈവമകളുടെ പദവിയിലേക്ക് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വന്നത് എന്നെ നിങ്ങളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്താനാണ്. ധാരാളം അനുഭവങ്ങൾ നമുക്ക് തിരുവചനത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഒരു മരത്തെ കയറിയിരിക്കുന്ന ഒരു സക്കേവൂസ്, പിന്നീട് പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യഭിചാരിണി പെണ്ണ്, ഇങ്ങനെ ധാരാളം മനുഷ്യർ. ഇവരൊക്കെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട്. യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വർഗസ്ഥനായ ദൈവം അയച്ചു എന്ന് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുക. അങ്ങനെ അവനെ സ്വീകരിക്കുക. ലളിതമാണ്, വളരെ ലളിതമാണ്. എൻ്റെ കർത്താവേ, നീ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് വേണ്ടി അയച്ച എൻ്റെ രക്ഷകനാണെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുക. അവനെ അങ്ങനെ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തെ, പൊട്ടിപ്പൊളിഞ്ഞതാവാം നമ്മുടെ ജീവിതം, തകർന്നതാവാം നമ്മുടെ ജീവിതം, പാപത്തിൻ്റെ പിടിയിൽപ്പെട്ടതാവാം നമ്മുടെ ജീവിതം, ആർക്കും വേണ്ടാത്തതാണ് എൻ്റെ ജീവിതം എന്നായിരിക്കാൻ തോന്നൽ, ആ ജീവിതത്തെ അവൻ്റെ കാൽക്കൽ അടിയറ വയ്ക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുക്രിസ്തുവിനെ എപ്രകാരം സ്വീകരിക്കണം? സുന്ദരമായിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ആദ്യത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അപ്പസ്തോലനില്ലായിരുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ പ്രാവശ്യം അന്ന് തോമസ് ഇല്ലായിരുന്നതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം തോമസ് അപ്പസ്തോലനും കൂടി, തോമാസ് ലിഹായും കൂടി ഉള്ള സമയത്ത് യേശു പ്രത്യക്ഷപ്പെടുകയാണ്. നോക്കുക, ഈ തോമസ് അപ്പസ്തോലൻ ഇല്ലാതിരുന്ന സമയത്ത് യേശു പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് കൂട്ടുകാർ തോമാസ് ലീഹായോട് പറഞ്ഞപ്പോൾ തോമാസ് ലീഹ അവരോട് പറഞ്ഞ ഒരു ഡിമാൻഡുണ്ട്. ഞാൻ വിശ്വസിക്കണമെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ, കാരണം അവൻ കണ്ടതാണ് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്നത്. തോമാസ് ലീഹ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് തങ്ങളുടെ ഗുരുവിനെ അവർ കുരിശിൽ തറച്ച് കൊല്ലുന്നത്. എന്നിട്ടുകൊണ്ട് നിക്കോദെമൂസ് യേശുവിൻ്റെ ശരീരം കൊണ്ട് അടക്കം ചെയ്യുന്നതും തോമാസ് ലീഹ കണ്ടതാണ്. ഇത് രണ്ടും കണ്ട തോമാസ് ലീഹായ്ക്ക് ഇനി അവൻ ഉയർത്തു എന്ന് വിശ്വസിക്കണമെങ്കിൽ അവൻ പറഞ്ഞു, എനിക്കവനെ തൊടണം. അതുകൊണ്ടാണ് വീണ്ടും തോമാസ് ലീഹായ്ക്ക് വേണ്ടി മാത്രമെന്നോണം ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു. 3 കാര്യങ്ങളാണ് തോമസിനോട് അവൻ പറഞ്ഞത്. 1, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അടുത്തേക്ക് വരിക. തോമസേ, നീ എൻ്റെ അടുത്തേക്ക് വരിക. 2, എൻ്റെ കൈകൾ കാണുക. എൻ്റെ കയ്യെ നോക്ക്. കയ്യേലെന്താ? തോമസ് സൂക്ഷിച്ചു നോക്കി. കയ്യേലെന്താ? അപ്പോഴാ തോമസ് കണ്ടേ അവൻ്റെ കയ്യേൽ എനിക്ക് വേണ്ടിയുള്ള മുറിവ്. തോമസ് അത് കണ്ടു, എനിക്ക് വേണ്ടിയുള്ള മുറിവ്. 3, നിന്റെ കൈ നീട്ടി, നിന്റെ വിരൽ നീട്ടി, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. പാർശ്വത്തിൽ എന്താ? തോമസ് ലീഹയുടെ കൈ കടന്നു പോകാൻ വലിപ്പത്തിന് വലിയൊരു ദ്വാരം. മുറിവെന്ന് പറഞ്ഞാൽ പോരാ, വലിയൊരു ദ്വാരം. തോമസ് ലീഹ അതും ചെയ്ത് കാണും. ആ കൈ അങ്ങോട്ട് വെച്ചപ്പോൾ അതിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. കുന്തം കൊണ്ട് വീണ ആ ദ്വാരം, അതിലേക്ക് കൈ കയറിപ്പോയിട്ടുണ്ട്.
അപ്പൊ തോമസ് ശ്ലീഹായുടെ ഉള്ളിൽ നിന്ന് അറിയാണ്ടൊരു സ്വരം വന്നു. തൻ്റെ മുറിവെ, തനിക്കു വേണ്ടി തൻ്റെ ഗുരു അനുഭവിച്ച മുറിവെ തൊട്ടപ്പോ അറിയാണ്ട് തോമസ് ശ്ലീഹായുടെ ഉള്ളിൽ നിന്നൊരു ഒരു 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 സ്വരം വന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആദ്യമായിട്ട് തോമസ് ശ്ലീഹ തൻ്റെ ഗുരുവിനെ വിളിക്കണ വാക്ക. അതിനു മുമ്പ് വരെ തോമസ് ശ്ലീഹ ഗുരുവിനെ, ശിഷ്യന്മാരൊക്കെ ഗുരുവിനെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് ഗുരു എന്നാണ്. ഈശോയെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് ഗുരു എന്നാണ്. ഗുരു, ആ വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ആദ്യമായിട്ട് തോമസ് ശ്ലീഹ ഈശോയുടെ പേര് മാറ്റുക, ഈശോയെ വിളിക്കുന്ന സംബോധനയുടെ രീതി മാറ്റുക. ആദ്യമായിട്ട് വിളിച്ചു മൈ ലോർഡ്, എൻ്റെ കർത്താവേ. ആദ്യമായിട്ട് വിളിക്കണ വാക്കാ എൻ്റെ കർത്താവേ. എന്താ പ്രിയപ്പെട്ടവരെ കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം? കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ശബ്ദധാരാവലിയിൽ, മലയാളം ഡിക്ഷണറിയിൽ കർത്താവ് എന്ന വാക്കിന്, എന്ന പദത്തിന് ഒരർത്ഥമേ ഉള്ളൂ: ഉടമസ്ഥൻ. ഉടമസ്ഥൻ. ഓ, തോമസ് ലീ എന്താ വിളിച്ചേ ഈശോയെ? എൻ്റെ ഉടമസ്ഥ എന്നാ വിളിച്ചേ. എന്ന് പറഞ്ഞ എന്നെ നീ വില കൊടുത്ത് വാങ്ങിയല്ലോ എന്ന്. എപ്പോഴാ ഉടമയാകുന്നേ? ഞാനൊരു വസ്തുവിൻ്റെ ഉടമയാകുന്നേ എപ്പോഴാ? ഞാൻ ആ സാധനം വില കൊടുത്ത് വാങ്ങുമ്പോഴാ ഞാനതിൻ്റെ ഉടമയാകുന്നേ. അല്ലാത്തടത്തോളം കാലം ഞാൻ അതിൻ്റെ ഉടമയല്ല. അപ്പോ തോമസ് ശ്ലീഹ ഗുരുവിനെ, ഇന്നലെ വരെ ഗുരുവേ എന്ന് വിളിച്ച തൻ്റെ ഗുരുവിനെ ഇന്ന് ഉടമസ്ഥ എന്ന് വിളിച്ചപ്പോൾ തോമസിലേക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. തിരിച്ചറിവുണ്ടായി, ഞാൻ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. ഇന്ന് ഗുരു എന്ത് ചെയ്തു? തൻ്റെ രക്തം വില കൊടുത്ത്, തൻ്റെ ജീവൻ വില കൊടുത്ത്, തൻ്റെ ശരീരം വില കൊടുത്ത്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാലോ, അവൻ ആ കുരിശെ 3 മണിക്കൂർ തൂങ്ങിക്കിടന്നത് എന്തിനാ? അവൻ ഇറങ്ങി പോരാൻ മേലാഞ്ഞോ കുരിശേന്ന്? ലാസറിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിന് 4-ാം പൊക്കം ജീവൻ കൊടുത്ത കർത്താവിന് ആ കുരിശേന്ന് ഇറങ്ങി പോരാൻ മേലാഞ്ഞോ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവിന് തന്നെ അടിക്കാൻ പൊക്കി ആ കൈ നിശ്ചലമാക്കാൻ മേലാഞ്ഞോ പട്ടാളക്കാരൻ്റെ? അവൻ എന്തിനാ നിന്നുകൊടുത്ത ആ തല്ലുകൊള്ളാൻ? അവൻ എന്തിനാ കുരിശേൽ ഒരു പാവപ്പെട്ടവനെ പോലെ തൂങ്ങിക്കിടന്ന് മരിച്ചത്? തോമസ് ലീഹായ്ക്ക് പിടികിട്ടി, അത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഒരനുസരണമുള്ള ദാസനെ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവ്, ഈ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവ് ആ കുരിശേൽ ഒരു അനുസരണമുള്ള ദാസനെ പോലെ കിടന്ന് മരിച്ചത് മറ്റൊന്നിനും വേണ്ടിയല്ല, തോമസ് ലീഹായുടെ പാപത്തിന് പരിഹാരം ചെയ്യാനാണ്. ഇത് തോമസ് ലീഹായ്ക്ക് മനസ്സിലായി. എന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയാ. അപ്പൊ ഇനി എൻ്റെ ഉടമസ്ഥനാരാ? എന്നെ വില കൊടുത്തു വാങ്ങിയവനാ. എന്താ എനിക്ക് കൊടുത്ത വില? എനിക്ക് കൊടുത്ത വില അവൻ്റെ രക്തമാണ്. എനിക്ക് കൊടുത്ത വില എന്താ? അവൻ്റെ ജീവിതമാണ്. 33 വർഷം മാത്രം ജീവിച്ച അവൻ്റെ ജീവിതമാണ് എനിക്ക് കൊടുത്ത വില. അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ എന്നാ വിളിക്കണം? ഉടമസ്ഥ എന്ന് വിളിക്കണം. ഇതാണ് തോമസ് ലീഹായ്ക്ക് മനസ്സിലായത്. അതുകൊണ്ട് തോമസ് ലീഹ അറിയാണ്ട് വിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ഉടമസ്ഥ. അപ്പോൾ ആ മനുഷ്യൻ, ആര്? തോമസ് എന്ന സാധാരണ മനുഷ്യൻ ദൈവമകൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു, ദൈവമകനായി. ആ ദൈവമകന്റെ സ്വാതന്ത്ര്യമാണ് പിന്നീട് ഈ അപ്പസ്തോലന്മാരെയൊക്കെ ഈ ലോകം മുഴുവനും ഓടി നടന്ന് ഈ ഗുരുവിന് വേണ്ടി ജീവിക്കാനും ഗുരുവിനെ പ്രസംഗിക്കാനും ആ ഗുരുവിന് വേണ്ടി അന്തസ്സായിട്ട് മരിക്കാനുമുള്ള ആ കൃപ കൊടുത്തത് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ ദൈവമകനായി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് ഞാനും നിങ്ങളും ഇതുപോലെ ദൈവമക്കളുടെ പദവി വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ്. അത് നമ്മൾ ഭക്തന്മാരാകാനും ഭക്തകളാകാനും വേണ്ടിയല്ല. യേശുക്രിസ്തുവിനെ പ്രതി ഭക്തനാവുക, ഭക്തയാവുക വളരെ എളുപ്പമാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആ അർത്ഥത്തിലേക്ക് ഞാൻ വന്ന് ഞാൻ അവൻ്റെ കുരിശുമരണത്തിലൂടെ ദൈവമകനായി മാറുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതിനാണ് യേശു കുരിശിൽ മരിച്ചത്, നമ്മളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്താൻ. എന്ത് ചെയ്യണം? മറ്റൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ എന്ത് ചെയ്യണം? വേറൊന്നും ചെയ്യാനില്ല നമുക്ക് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. അതിങ്ങനാണ്: ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒത്തിരി ചെയ്യാനൊന്നുമില്ല, ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. ആകയാൽ യേശു കർത്താവാണെന്ന്
യേശു ഉടമസ്ഥനാണെന്ന് നമ്മൾ സമ്മതിക്കണം. പ്രിയപ്പെട്ടവരെ, യേശുവാണ് എൻ്റെ ഉടമസ്ഥനെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കണം. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മറ്റാരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിൽ? പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ആരെങ്കിലും കൊലയ്ക്ക് വേണ്ടി നിന്നു കൊടുത്തിട്ടുണ്ടോ? യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ അവനൊന്നും മിണ്ടിയില്ല. നീ പാപിയാണെന്ന് അവനെ നോക്കി ആക്രോശിച്ചിട്ട് അവൻ ഒന്നും മിണ്ടാതെ അത് ഏറ്റെടുത്തു. നീ വ്യഭിചാരിയാണെന്നാണ് അവനെക്കുറിച്ച് മറ്റുള്ളവർ, നീ പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്നു, വ്യഭിചാരിയാണെന്നാണ് അവനെക്കുറിച്ച് പറഞ്ഞത്, അവനത് ഏറ്റെടുത്തു. നീ രാജ്യദ്രോഹിയാണെന്നും സാമൂഹ്യ ദ്രോഹിയാണെന്നും അവർ വിളിച്ചു പറഞ്ഞു, അവനത് ഏറ്റെടുത്തു. എന്തിനാ ഏറ്റെടുത്തത്? എന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് ദൈവമകനും നമ്മളെ ദൈവമക്കളുമാക്കാൻ. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം, അതുകൊണ്ട് യേശുവാണ് എൻ്റെ ഉടമസ്ഥൻ, മറ്റൊരു ഉടമ എനിക്കില്ല, മറ്റൊരു ഉടമ എനിക്കില്ല. നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുക, റോമാലേഖനം 10:9 പറയുന്നത്, ആകയാൽ യേശു കർത്താവാണെന്ന്, യേശു എൻ്റെ ഉടമസ്ഥനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കണം. യേശു തൻ്റെ രക്തം കൊടുത്ത്, തൻ്റെ ജീവിതം കൊടുത്ത്, ജീവൻ കൊടുത്ത്, ശരീരം കൊടുത്ത് എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് ഇനി എനിക്ക് മറ്റൊരു ഉടമയില്ല, യേശു മാത്രമാണ് എൻ്റെ ഉടമ. ആകയാൽ യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും, ഞാൻ ഏറ്റുപറയണം. 2, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് യേശുവിനെ ഒരു ജനകീയനായിട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ, യേശുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ, യേശുവിനെ യുഗപുരുഷനായിട്ട് സ്വീകരിച്ചാലും പോരാ, യേശുവിനെ ഒരു മഹാനായിട്ട് സ്വീകരിച്ചാലും പോരാ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ചരിത്ര പുരുഷനായി AD എന്നും BC എന്നും ചരിത്രത്തെ കീറിമുറിച്ചവനായിട്ട് യേശുവിനെ സ്വീകരിക്കുക എന്ത് എളുപ്പമുള്ള കാര്യമാണ്. യേശുവിനെ ഒരു അത്ഭുത പ്രവർത്തകനായി സ്വീകരിക്കുക അത് അതിലെളുപ്പമുള്ള കാര്യമാണ്. യേശുവിനെ ഒരു മഹാനായി സ്വീകരിക്കുക അതും അതിലെളുപ്പമുള്ള കാര്യമാണ്. പകരം ഇതിനൊക്കെ അപ്പുറത്താണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. എനിക്ക് വേണ്ടി മർക്കോസ് സുവിശേഷം 14:36 നോക്കൂ. അവൻ അസ്വസ്ഥനാകാനും 33 മുതലൊക്കെ നമ്മൾ വായിച്ചു വരുമ്പം അവിടെ കാണുന്നതാണ്. അവൻ അസ്വസ്ഥനാകാനും പര്യാകുലനാകാനും തുടങ്ങി. അവനൊരു കല്ലേറ് ദൂരം മുമ്പോട്ട് ചെന്ന് കമന്നു വീണു. എങ്ങനെ, എന്ത് സംഭവിച്ചു? പറ്റാണ്ടായിട്ട് അവൻ കമന്നു വീണു. എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, അപ്പാ പിതാവേ, അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമേ. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ അപ്പനൊന്നും മിണ്ടിയില്ല. അപ്പോൾ മകൻ പ്ലേറ്റ് തിരിച്ചു വെച്ചു. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. കണ്ടോ, ആർക്കു വേണ്ടി? നിനക്ക് വേണ്ടി. നീ ദൈവമകൻ്റെ പദവിയിലേക്ക് ഉയരാൻ വേണ്ടി അവൻ അവിടെ വെച്ച് തൻ്റെ ജീവിതത്തെ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചു. അവിടെ വെച്ച് നിന്റെ ഇഷ്ടം നിറവേറട്ടെ, ഞാൻ മരിക്കണമെന്നാണ്. അപ്പാ, അങ്ങയുടെ ഇഷ്ടമെങ്കിൽ ഞാൻ മരിക്കാം. ആർക്കു വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചെങ്കിൽ അവൻ എൻ്റെ കർത്താവല്ലേ? അവനെൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കണ്ടേ? അവന് വേണ്ടി ഞാൻ ജീവിക്കണ്ടേ? പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കണേ. പ്രിയപ്പെട്ടവരെ, അവന് വേണ്ടി ജീവിക്കുക എന്നത് നമുക്കൊരാവേശമായി മാറണ്ടേ? അവന് വേണ്ടി ജീവിക്കുക, അവന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കുക, അവന് വേണ്ടി ഞാൻ സംസാരിക്കുക, അവന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ ഊർജം മാറ്റിവെക്കുക, അവന് വേണ്ടി സമ്പാദിക്കുക, അവന് വേണ്ടി എൻ്റെ സമ്പാദ്യം മാറ്റിവെക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു വികാരമായി മാറണ്ടേ? അപ്പോഴാണ് യേശു എൻ്റെ കർത്താവാകുന്നതും ഞാൻ ദൈവമകൻ്റെ പദവിയിലേക്ക് ഉയരുന്നതും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കുരിശിലെനിക്ക് വേണ്ടി പിടഞ്ഞ കർത്താവിനെ ഒന്ന് കൺമുമ്പിൽ കാണുക. ആരും നിർബന്ധിച്ചിട്ടല്ല അവൻ കുരിശിൽ മരിച്ചത്. അവനെ പിടിച്ചപ്പോൾ അവന് ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരുത്തില്ലാഞ്ഞിട്ടുമല്ല. അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ അവൻ അവർക്ക് മുമ്പിൽ നിന്നു കൊടുത്തു. ആ കുരിശിൽ കിടന്ന് അവൻ എനിക്ക് വേണ്ടി പിടഞ്ഞു, നമുക്ക് വേണ്ടി പിടഞ്ഞു. എന്തിന്? എൻ്റെ പാപത്തിൽ നിന്നും, എൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ച് എന്നെ ദൈവത്തിൻ്റെ മകനാക്കി ഉയർത്താൻ. എൻ്റെ ഈശോയെ,
എനിക്ക് വേണ്ടി മരിച്ചവൻ നീ മാത്രമാണ്. എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവൻ നീ മാത്രമാണ്. കർത്താവായ ഈശോയെ, എൻ്റെ കർത്താവ് നീയാണ്, എൻ്റെ ഉടമസ്ഥൻ നീയാണ്. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് മറ്റൊരു ഉടമയില്ല. ഞാനിനി ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. കർത്താവേ, എൻ്റെ ഓരോ നിമിഷവും, എൻ്റെ ഓരോ കഴിവും, എൻ്റെ ഊർജവും നിനക്കുള്ളതാണ്. നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കട്ടെ കർത്താവേ. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കട്ടെ ദൈവമേ. കർത്താവേ, നന്ദി പറയുന്നു. ഈശോയെ, നിന്നെ സ്തുതിക്കുന്നു. ഈശോയെ, നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ എൻ്റെ ദൈവമായി, എൻ്റെ കർത്താവായി ഏറ്റുപറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. മിശിഹ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനം ഈക്കിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനം ഈക്കിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളെ കാണാൻ, ഞങ്ങളെ കേൾക്കാൻ, ഞങ്ങളോടൊത്തായിരിക്കാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. സത്യമായും അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും, ദൈവമേ, പ്രത്യാശയോടെ സന്തോഷത്തോടെ ഞങ്ങളങ്ങയെ ഉറ്റുനോക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈ അപ്പത്തിൽ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ്, നമുക്ക് വേണ്ടി പീഡകളേറ്റ കർത്താവ്, എന്നെ സ്നേഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ്റെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവ്, എന്നെ തേടി വന്നവൻ, ഹൃദയപൂർവം തിരുവോസ്തയിലേക്ക് നോക്കിക്കൊണ്ട്, കണ്ണു തുറന്ന് തിരുവോസ്തയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപിക്കാം.
ഈശോയെ, നീ എൻ്റെ കർത്താവാണ്. ഞാൻ ഏറ്റുപറയുന്നു ദൈവമേ, അങ്ങൻ്റെ കർത്താവാണെന്ന്, അങ്ങൻ്റെ ഉടമസ്ഥനാണെന്ന്, അങ്ങയുടെ രക്തം കൊടുത്ത് വീണ്ടെടുത്തെന്ന്, അങ്ങയുടെ ജീവനും ജീവിതവും കൊടുത്ത് വീണ്ടെടുത്തെന്ന്, എന്നെ സ്വന്തമാക്കിയെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, ഞാൻ ഏറ്റുപാടട്ടെ, നീ എൻ്റെ കർത്താവാണെന്ന്. സാവകാശം ഈ പാട്ടിൻ്റെ വരിയിലൂടെ നമുക്ക് ഏറ്റുപറയാം, യേശു എൻ്റെ കർത്താവാണെന്ന്. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ തേടി വന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. കർത്താവേ, പൊട്ടിപ്പൊളിഞ്ഞ ജീവിതവുമായി, മുഖം നഷ്ടപ്പെട്ട ജീവിതവുമായി ഒരുവൾ അതിലെ കടന്നു വരുമെന്ന് നീ എത്രയോ പണ്ടേ മനസ്സിലാക്കിയിരുന്നു. കർത്താവെ, അവളുടെ ജീവിതത്തിന് വ്യക്തത നൽകാൻ, അർത്ഥം നൽകാൻ നീ അവൾക്ക് വേണ്ടി ആ കിണറ്റിൻ കരയിൽ കാത്തുനിന്നു ദൈവമേ. ആ കർത്താവ് തന്നെയാണ് ഈ തിരുവോസ്തിയിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ. എന്നെ കാണാൻ, എന്നെ കാത്തു നിൽക്കുകയാണ് അങ്ങ് ഈ തിരുവോസ്തിയിലെന്ന് ദൈവമേ ഞാൻ ഈ സമയം ഏറ്റുപറയട്ടെ. കർത്താവെ, എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും സങ്കടങ്ങളും എൻ്റെ പിരിമുറുക്കങ്ങളും എൻ്റെ അസ്വസ്ഥതകളും എൻ്റെ ഭാരങ്ങളുമായി എന്നെ കാത്തു നിൽക്കുന്ന അങ്ങയുടെ പക്കലിതാ ഞാൻ കടന്നു വരുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെ കർത്താവായ ഈശോ തന്നെയാണ്. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. ചേർന്ന് പാടാം നമുക്ക്. യേശുവേ രക്ഷകാ,
കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ ഹല്ലേലൂയ, സ്തോത്രം. രക്ഷകാ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ ഹല്ലേലൂയ, നാഥനേ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രക്ഷകനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, തിരുവോസ്തിയിലെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. തിരുവോസ്തിയിൽ ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പാദത്തിങ്കൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ വേദനകളെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, സർവ്വ സൃഷ്ടികളോട് ചേർന്ന്, സകല ജനപദങ്ങളോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, വിശ്വസിക്കുന്ന എല്ലാവരോട് ചേർന്ന് ദൈവമേ, അങ്ങ് സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളോട് ചേർന്ന് ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. യേശുവേ, ആരാധന. ദൈവമേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന. ദൈവമേ, മഹത്വം. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി. ദൈവമേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കാണാനുള്ള തിടുക്കത്തോടെ എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം എന്ന ആഗ്രഹത്തോടെ അയാൾ അന്ന് ആ മരത്തിന്റെ മുകളിൽ കയറി. യേശു നടന്നു വരുന്ന വഴി അതാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ യേശു നടന്നു വരുന്തോറും അയാളുടെ ഹൃദയമിടിപ്പ് കൂടുകയായി. മരത്തിന്റെ മുകളിലിരുന്ന് സകലരും പാപി എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ യേശുവിനെ കൺകുളിർക്ക കണ്ടു. ആവോളം യേശുവിനെ കണ്ടു. അയാൾക്കത് മാത്രം മതിയായിരുന്നു. നസ്രായനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു അയാൾക്ക്. എന്നാൽ യേശു ആകട്ടെ തന്നെ കാണാനുള്ള ആഗ്രഹത്തോടെ, കൊതിയോടെ ഒരാൾ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു എന്ന് കർത്താവ് അറിഞ്ഞു. ഒരിക്കലും സക്കേവൂസ് പ്രതീക്ഷിച്ചില്ല കർത്താവ് ആ മരത്തിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുമെന്ന്, ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമെന്ന്, അവന്റെ പേര് വിളിച്ച് സക്കായി ഇറങ്ങി വരൂ എന്ന് അവനോട് പറയുമെന്ന് ഒരിക്കലും സക്കേവൂസ് വിചാരിച്ചില്ല. പക്ഷെ കർത്താവിന് അറിയാമായിരുന്നു അവന്റെ ആഗ്രഹം. തന്നെ കാണണമെന്നുള്ള അവന്റെ ആഗ്രഹത്തെ കർത്താവ് അറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മെ മനസ്സിലാക്കുന്നവനാണ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന എൻ്റെ വേദനകളും, ആർക്കും എന്നെ വേണ്ടല്ലോ എന്ന സങ്കടങ്ങളും, ഞാൻ മടുത്തു എന്ന എൻ്റെ ഉള്ളിൻ്റെ നൊമ്പരങ്ങളും, ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയല്ലോ എന്ന എൻ്റെ ദുഃഖങ്ങളും, എൻ്റെ നിരാശയും തളർച്ചയും എല്ലാം അറിയുന്നവൻ ഇതാ ഈ തിരുവോസ്തിയിലെ കർത്താവ്. എൻ്റെ കർത്താവിന് എന്നെ അറിയാം. അവൻ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചു, സക്കേവൂസേ, സക്കായി, വേഗം ഇറങ്ങി വരിക. പ്രിയമുള്ളവരെ, സക്കേവൂസ് അവന്റെ വിളി കേട്ട് ആ മരത്തിന്റെ മുകളിൽ നിന്ന് അതിവേഗം ഊർന്നിറങ്ങി. സക്കേവൂസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നു, നിന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ. ഇന്ന് നിന്റെ വീട്ടിലേക്ക് ഞാനിതാ വരുന്നു. പാപിയുടെ വീട്ടിലേക്ക് ഇതാ കർത്താവ് കടന്നു ചെല്ലുന്നു. അവൻ വന്നത് പാപികളെ തേടിയാണ്. എന്റെയും നിന്റെയും പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഇതാ ഈ കർത്താവ് വന്നത്. എന്നെ കുറ്റം വിധിച്ചു മാറ്റി നിർത്താനല്ല, നീ പാപം ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ച് എന്നെ തള്ളിക്കളയാനല്ല,
എൻ്റെ പാപത്തിന്റെ ശിക്ഷ വിധിക്കാനല്ല അവൻ വന്നത്. തിരുവചനത്തിൽ പറഞ്ഞല്ലോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞല്ലോ, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കർത്താവ് വന്നത്, ഈശോ അന്ന് കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. സക്കവൂസ് അവനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. ഭക്ഷണം മാത്രമല്ല സക്കവൂസ് കർത്താവിന് കൊടുത്തത്, അവൻ്റെ മനം കൊടുത്തു, അവൻ്റെ ഹൃദയം കൊടുത്തു, അവൻ്റെ പാപം കൊടുത്തു, അവൻ്റെ കുറവുകൾ കൊടുത്തു, അവനെ തന്നെ കൊടുത്തു. സക്കവൂസ് അവനെ തന്നെ ഈശോയ്ക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന് നമ്മെ തന്നെ കൊടുക്കാം. ഇതാ കർത്താവേ, എൻ്റെ ജീവിതം നിനക്കുള്ളതാണ്. കർത്താവേ, എൻ്റെ സങ്കടങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. എന്നെ ഭരിക്കുന്ന എൻ്റെ പാപങ്ങൾ കർത്താവേ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ മുറിവുകൾ, എൻ്റെ സങ്കടങ്ങൾ, കർത്താവേ എൻ്റെ വേദനകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ എല്ലാം ഞാൻ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, സാവകാശം നമുക്കൊന്ന് കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് അല്പം സ്വരമുയർത്തി ഓരോരുത്തരും, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് എൻ്റെ കർത്താവിനെ, രണ്ട് കൈയും നീട്ടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ, സക്കവൂസിൽ നിന്ന് സക്കവൂസിനെ സ്വീകരിക്കാൻ, അവനുള്ളതല്ല അവനെ സ്വീകരിക്കാൻ, അവൻ്റെ മുമ്പിൽ കൈനീട്ടി നിന്ന കർത്താവ്, അവൻ്റെ വീട്ടിൽ അവൻ്റെ മുമ്പിൽ അവനെ സ്വീകരിക്കാൻ കൈനീട്ടി നിന്ന കർത്താവ്, ഇതാ എന്നെ സ്വീകരിക്കാൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നു. എല്ലാവരും വിശ്വസിക്കുന്നവരൊക്കെ നമ്മെ തന്നെ കൊടുത്തുകൊണ്ട്, നമ്മുടെ സങ്കടങ്ങളാവട്ടെ, ദുഃഖങ്ങളാവട്ടെ, വേദനകളാകട്ടെ, പാപങ്ങളാകട്ടെ, കുറവുകളാവട്ടെ, എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ വീടാവട്ടെ, ജീവിതമാവട്ടെ, സ്വയം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് സാവകാശം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. യേശുവേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഈ പാട്ടിന്റെ വരികളോട് ചേർന്ന് ഓരോരുത്തരും തന്നെ തന്നെ വിട്ടുകൊടുക്കുക. കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന്. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ ആരാധന. എൻ്റെ സങ്കടങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ഭാരങ്ങൾ സമർപ്പിക്കുന്നു, എൻ്റെ വീടിനെ സമർപ്പിക്കുന്നു, എൻ്റെ ജോലിയെ സമർപ്പിക്കുന്നു. കർത്താവേ എൻ്റെ ദുഃഖങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ പാപങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ലോർഡ്. എന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. പൂർണ്ണമായി അർപ്പിക്കുന്നു. കർത്താവേ കാഴ്ചയായി അർപ്പിക്കുന്നു. ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി പാടാം. നാഥ സമർപ്പിക്കുന്നു, നാഥ സമർപ്പിക്കുന്നു. കർത്താവേ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ എന്നെ നീ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി അർപ്പിക്കുന്നു. കർത്താവേ എന്നെ നീ സ്വീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു. കർത്താവേ നീ മാറ്റണേ എന്ന് നമുക്ക് പാടാം. ഹൃദയപൂർവ്വം പാടുക പ്രിയപ്പെട്ടവർ. എൻ്റെ വീടിനെ നീ മാറ്റണമേ കർത്താവേ, എൻ്റെ പാപാവസ്ഥയെ നീ മാറ്റണമേ കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ നീ നിൻ്റെതായി മാറ്റണമേ കർത്താവേ, എൻ്റെ മക്കളെ കർത്താവേ, എന്നെ തന്നെ കർത്താവേ, എൻ്റെ സാഹചര്യങ്ങളെ പൂർണ്ണമായി മാറ്റണമേ. ഹൃദയപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് പാടാം. നാഥ നീ മാറ്റണമേ, നാഥ നീ മാറ്റണമേ. യേശുവേ എന്നെ നീ മാറ്റണമേ. പൂർണ്ണമായി മാറ്റണമേ. അങ്ങേതായി മാറ്റണമേ. ഹൃദയത്തിൽ നിന്നൊരിക്കൽ കൂടി പാടാം. നാഥ നീ മാറ്റണേ, നാഥ നീ കർത്താവേ, മാറ്റണമേ. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ കാണണമേ ഈശോയെ. എന്നെ നീ മാറ്റണമേ. കർത്താവേ സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളുമായി നിന്നെ കാണുന്ന മക്കളെ ഇപ്പോൾ കർത്താവേ അങ്ങ് മാറ്റണമേ. ഈശോയെ കുടുംബങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ അങ്ങിപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. നാഥ സമർപ്പിക്കുന്നു ഹൃദയപൂർവ്വം.
നാഥാ കർത്താവെ, ഇപ്പോൾ നിന്നെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അവിടുത്തെ വലതുകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ സ്നേഹം എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. കാഴ്ചയായി ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കാഴ്ചയായി ഹല്ലേലൂയ സ്തോത്രം. അർപ്പിക്കുന്നു. നമ്മളെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാം. ഹൃദയപൂർവ്വം വിട്ടുകൊടുക്കാം. ഇതാ കർത്താവ് നമ്മെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണിത്. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ വലതുകരം നീട്ടി ആശീർവദിച്ചപ്പോൾ കടൽ ശാന്തമായി. കർത്താവ് തൻ്റെ വലതുകരം നീട്ടി ചീഞ്ഞളിഞ്ഞ ലാസറിനെ അടക്കിയിരുന്ന കല്ലറയുടെ മേൽ തൻ്റെ കരം നീട്ടിയപ്പോൾ ലാസർ ഉയർത്തെഴുന്നേറ്റു, ജീവനുള്ളവനായി. കർത്താവ് ആ യുവാവിൻ്റെ ശവമഞ്ചത്തിൽ തൻ്റെ വലതുകരം കൊണ്ട് തൊട്ടു. യുവാവ് ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു ജീവനോടെ. ഇതാ കർത്താവ്, തിരുവോസ്തിയിലെ രാജാവ്, എൻ്റെ മേൽ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിൻ്റെയും മേൽ, എൻ്റെ സങ്കടങ്ങളുടെ മേൽ, എൻ്റെ ദുഃഖങ്ങളുടെ മേൽ, എൻ്റെ വേദനകളുടെ മേൽ, എൻ്റെ രോഗങ്ങളുടെ മേൽ, എൻ്റെ പാപങ്ങളുടെ മേൽ ഇതാ കർത്താവ് കരങ്ങൾ നീട്ടുകയാണ്. വിശ്വാസത്തോടെ നമ്മെ ആശീർവദിക്കാനായി കർത്താവ് വരുമ്പോൾ ഹൃദയപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളെ സ്പർശിക്കണമേ എന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്നും, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങളെ ആശീർവദിക്കണമേ എന്നും ഹൃദയമുരുകി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വിശ്വസിക്കുന്ന എല്ലാവരുടെയും മേൽ കർത്താവ് തൻ്റെ കൃപാവരം, തൻ്റെ സ്നേഹമൊഴുക്കുന്ന വലിയ സമയമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാനായിട്ട് ഒരുങ്ങുക. ഹൃദയപൂർവ്വം നമുക്ക് കർത്താവിൻ്റെ ആശീർവാദനത്തിന് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണെന്ന് ഏറ്റുപറയുന്നു കർത്താവേ. ഞാൻ അങ്ങയുടേതാണെന്ന് ഏറ്റുപറയുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം. ദൈവമേ പരിശുദ്ധ നന്ദി. പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ.